വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ തന്നെ പ്ലെയിൻ റൈസ്, പുലാവ്, ഫ്രൈഡ് റൈസ് അതിനൊക്കെ ഒപ്പം കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇതൊരു 30 മിനിറ്റൊക്കെ എടുക്കുള്ളൂ, മാക്സിമം 30 മിനിറ്റ് എടുക്കുള്ളൂ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുമാണ്. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് പാൻ വെച്ച് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഒരുപാട് വേണ്ട, അതിന്റെ കുത്ത് നമുക്ക് അധികം മുന്നിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ വീതം മാത്രം മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഏകദേശം സവാള ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാള നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞതല്ല, ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് അതിന്റെ തൊലി മാറിയിട്ട് ഉൾഭാഗം മാത്രം കിട്ടും. തൊലി ചേർക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ഉൾഭാഗം മാത്രം മതി. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി തക്കാളിയോടൊപ്പം തന്നെ നമുക്ക് മസാലപ്പൊടികളും ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മസാലപ്പൊടികളൊക്കെ തക്കാളിയുടെ ഒപ്പം തന്നെ കിടന്ന് വേവന്തായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ആ തക്കാളിയുടെ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് അതിന്റെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറും. ഇനി ഇതിന് ശേഷം നമുക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ പച്ചമുളകിന്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് 2 മുതൽ 4 വരെ പച്ചമുളക് ആകാം. പക്ഷെ അത് കീറിയിടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ഇടുന്ന പോലെ കീറിയിടേണ്ട ആവശ്യമില്ല, ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുക. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ്. ഒരുപാട് ചൂടുവെള്ളമല്ല, ജസ്റ്റ് തണുപ്പൊക്കെ മാറിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കുറച്ചും കൂടെ ഈസി ആവും, നമുക്ക് ആ എണ്ണ തെളിഞ്ഞു വരാൻ കുറച്ചും കൂടെ ഈസി ആകും. ഇപ്പൊ ഞാൻ 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ എണ്ണയൊക്കെ സൈഡിൽ നിന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരൂല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുപ്പ് വെള്ളമല്ല കേട്ടോ, ചൂടുവെള്ളം നമുക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് മൂടി വെച്ച് ഈ ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം 1/4 ഭാഗം വേവായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1/2 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ആയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസ് അല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ പുലാവ്, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പീസ് ഇല്ലേ, അതാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അത് ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ടോട്ടൽ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഗ്രേവി എല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമ്മുടെ ഗ്രീൻ പീസ് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്താൽ മതി.
ഇനി ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ചേർത്ത് നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാം. അപ്പം ഈ മല്ലിയില ചേർത്തതിന് ശേഷം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങല്ലേ അത് കുറച്ച് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായി പോകും. അപ്പം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തണുത്ത വെള്ളം ചേർക്കരുത്, കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് കറി റെഡിയായി. ഇത് ചപ്പാത്തിയുടെ ഒപ്പം അതുപോലെ തന്നെ പൂരിയുടെ ഒപ്പം പിന്നെ പ്ലെയിൻ റൈസ്, പുലാവ് ഇതിന്റെയൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ്. പൂരിയുടെ ഒപ്പമാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്